രാഷ്ട്രീയ കേരളത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പോരാട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. മൂന്ന് മുന്നണികളും ശക്തമായ പോരാട്ടത്തിൽ കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. 2024 ഇന്ത്യ സഖ്യത്തിന് കരുത്തു പകരുവാൻ LDF ആണോ UDF ആണോ കേരളത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടുക? അല്ല, NDAയെ മൂന്നാം തവണയും അധികാരത്തിലെത്തിക്കുവാൻ BJPക്ക് ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കുമോ? ഇത്തരത്തിൽ സർപ്രൈസുകൾ നിരവധി നിലനിൽക്കുന്ന 20 ലോക്സഭാ മണ്ഡലങ്ങൾ. അതിൽ ഇന്ന് കലാശപ്പോരിന് തയ്യാറെടുക്കുന്ന ഈ ദിനത്തിൽ ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷവുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന 3 ലോക്സഭാ മണ്ഡലങ്ങളാണ് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വടകര. ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിനാണോ UDFനാണോ മേൽക്കൈ എന്ന് പരിശോധിക്കാം. അവസാന നിമിഷങ്ങളിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ എന്തെന്ന് പരിശോധിക്കാം. ആർക്കനുകൂലമായ തരംഗമാണ് ഏറ്റവും ഒടുവിലും കണ്ണൂരിലും കാസർഗോഡും വടകരയിലും ഉണ്ടാകുന്നത് എന്ന് പരിശോധിക്കാം. കണ്ണൂരും കാസർഗോഡും വടകരയും ഇടത് കോട്ടകൾ തന്നെയായിരുന്നു 2019 വിധി വരുന്നത് വരെ. ഇപ്പോൾ UDFന്റെ തേരോട്ടമുള്ള 3 പ്രധാനപ്പെട്ട ഇടങ്ങളാണ് കണ്ണൂരും കാസർഗോഡും വടകരയും. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ തന്നെ തുടരുമോ എന്ന ചോദ്യത്തിന് അവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അവയിലേക്ക് പോകാം. ആദ്യം കണ്ണൂർ. കുമ്പക്കുടി സുധാകരൻ എന്ന K സുധാകരനും MV ജയരാജനും കോൺഗ്രസ് വിട്ടുപോയ രഘുനാഥുമൊക്കെ മത്സരിക്കുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലം. ഇടതിനും കോൺഗ്രസിനും BJPക്കും വേരുള്ള ഇടമാണ് കണ്ണൂർ. പാർട്ടി ഗ്രാമങ്ങൾ കൊണ്ട് സുലഭമായ കണ്ണൂരിൽ ഇക്കുറി ഇടതിന് ചെങ്കൊടി ഉയർത്തി വീശുവാൻ സാധിക്കുമോ? കണ്ണൂരിൽ UDFന് K സുധാകരനെ വിജയിപ്പിച്ചെടുക്കുവാൻ സാധിക്കുമോ? ഇല്ല, പാർട്ടി വിട്ടുപോയ രഘുനാഥിന് ഒരു അട്ടിമറി വിജയത്തിന് സാധ്യതയുണ്ടോ കണ്ണൂരിൽ? K സുധാകരനെ സംബന്ധിച്ച് മണ്ഡലത്തിൽ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ക്ഷീണമാണ്. അത്തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കൃത്യമായി ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നുമുണ്ട്. കണ്ണൂരിൽ 2019 വിജയിച്ചു പോയ K സുധാകരന് പിന്നീട് മണ്ഡലത്തിലേക്ക് കാര്യമായ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന ഒരു ദുഷ്പേര് കുമ്പക്കുടി സുധാകരൻ എന്ന K സുധാകരന് കണ്ണൂരിൽ കാര്യമായി തന്നെയുണ്ട്. കൂടാതെ നവമാധ്യമങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ അഭിമുഖ സംഭാഷണങ്ങൾ, അതുപോലെ തന്നെ പ്രസ്താവനകൾ, ഇവയെല്ലാം കാര്യമായ രീതിയിൽ ചർച്ചയാകും. BJPയിലേക്ക് താൻ പോകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഒറ്റവാക്യത്തിൽ മറുപടി പറയാൻ കഴിയാതെ പോയ K സുധാകരനാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് കാര്യമായ രീതിയിൽ ഇടത് പ്രചരിപ്പിക്കുന്നു. രഘുനാഥൻ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയി. നാളെ K സുധാകരനും പോയേക്കാം എന്ന് ഇടത് പ്രചരിപ്പിക്കുന്നു. കാര്യമായ രീതിയിൽ അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടുന്ന ഇടത് പ്രസ്ഥാനത്തെ ഇക്കുറിയും ജനം അംഗീകരിക്കില്ല എന്ന് K സുധാകരനും UDFും ശക്തമായ രീതിയിൽ പ്രചരണം നടത്തുന്നു. നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് കരുത്തു പകരുവാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് രഘുനാഥൻ എന്ന് BJPയും പ്രസ്താവനകൾ ഇറക്കുന്നു. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്ന C രഘുനാഥനെ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് BJPക്കുള്ളിൽ ഭിന്നാഭിപ്രായങ്ങൾക്ക് ഇടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ വോട്ടുകളെല്ലാം ഇക്കുറി K സുധാകരന് അനുകൂലമായ ഘടകമായി മാറുമെന്ന് ചിലർ പറയുന്നുമുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ കണ്ണൂരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കഴിഞ്ഞ തവണ K സുധാകരന് അനുകൂലമായ വിധി ഉണ്ടായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളായിരുന്നു. ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം K സുധാകരന് അനുകൂലമായി വിധി എഴുതി. 35% മുസ്ലിം വോട്ടുകളുള്ള കണ്ണൂരിൽ ഇക്കുറി ആ ന്യൂനപക്ഷ വോട്ടുകൾ ആർക്ക് അനുകൂലമായ വിധിയാണ് എഴുതുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കണ്ണൂർ ഇടതിൻ്റെ കോട്ടയാണെങ്കിൽ പോലും കൂടുതൽ തവണയും UDFന് അനുകൂലമായ വിധി എഴുതിയ ചരിത്രമാണ് കണ്ണൂരിനുള്ളത്. K സുധാകരൻ മണ്ഡലത്തിൽ നിറസാന്നിധ്യമല്ലാതിരിക്കുന്നതും MV ജയരാജൻ മണ്ഡലത്തിൽ നിറസാന്നിധ്യമായി നിൽക്കുന്നതും LDFന് വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത്. MV ജയരാജൻ പല പരിപാടികളിലും കണ്ണൂരിൻ്റെ ഹൃദയഭൂമിയിൽ തന്നെ നിലനിന്നിരുന്നു എന്ന തരത്തിലേക്കാണ് LDF പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. അത് അനുകൂലമായ വിധി കണ്ണൂരിൽ എഴുതിയാൽ വീണ്ടും ഇടതിൻ്റെ കോട്ടയായി രൂപീകരിക്കുവാൻ LDFന് സാധിക്കും. എന്നാൽ ഭരണവിരുദ്ധ വികാരവും ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടുള്ള വിയോജിപ്പുമൊക്കെ K സുധാകരന് അനുകൂലമായ ഘടകങ്ങൾ തന്നെയാണ്. അവിടെ LDFനോടും CPMനോടുമൊക്കെ കടുത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകുന്ന K സുധാകരൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നത് ഭരണവിരുദ്ധ വികാരത്തിൽ സഹികിട്ട് നിൽക്കുന്ന സാധാരണക്കാരായ വോട്ടർമാരുടെ വോട്ടുകൾ സുധാകരന് അനുകൂലമായി മാറുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. എന്നിരുന്നാലും LDFന് നേരിയ ഭൂരിപക്ഷമുള്ള ഇടം തന്നെയാണ് കണ്ണൂർ എന്ന് പറയേണ്ടതായുണ്ട്. LDFന് അനുകൂലമായ ഒരു തരംഗവും കാറ്റും കണ്ണൂരിൽ ശക്തമായി തന്നെയുണ്ട്. അവിടെ ചർച്ചയാകുവാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെ പരിശോധിക്കാം. പൗരത്വ നിയമ ഭേദഗതിയും ഭരണഘടനാ വിരുദ്ധ നീക്കവുമെല്ലാം
കാര്യമായ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാകുവാൻ സാധ്യത ഏറെയുള്ള ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ. വന്യജീവികളുടെ ആക്രമണവും നാളികേരത്തിൻ്റെയും നാണ്യവിളകളുടെയും എല്ലാം ഇടിവ് കാര്യമായ രീതിയിൽ ചർച്ചയാകും കണ്ണൂരിൽ. കേന്ദ്ര സംസ്ഥാന ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ. മണ്ഡലത്തിൻ്റെ വികസനം ചർച്ചയാക്കുമ്പോൾ കെ സുധാകരൻ ഭയക്കേണ്ടതായുണ്ട്. പാനൂരിലെ ബോംബ് സ്ഫോടനവും കണ്ണൂരിൽ പ്രധാന ചർച്ചാ വിഷയം തന്നെയാണ്. വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട വിഷയങ്ങൾ ചർച്ചാ വിഷയമാകുമ്പോൾ കണ്ണൂര് ആർക്കനുകൂലമായ വിധിയാണ് എഴുതുവാൻ പോകുന്നത് എന്നത് പ്രവചനാതീതം തന്നെയാണ്. കോൺഗ്രസിന് മേൽക്കൈയുള്ള കണ്ണൂർ, ഇടതിന് കൃത്യമായ ഇടമുള്ള കണ്ണൂർ, BJPക്ക് അട്ടിമറി വിജയത്തിന് സാധ്യത ഏറെയുള്ള കണ്ണൂർ, എന്നിരുന്നാലും LDFന് മുൻതൂക്കമെന്ന് സർവേ ഫലങ്ങൾ പറയുന്ന കണ്ണൂർ. ധർമ്മടവും മട്ടന്നൂരും തളിപ്പറമ്പും CPMന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന മണ്ഡലങ്ങളാണ്. ഇരിക്കൂറും പേരാവൂരും UDFനൊപ്പം നിൽക്കുന്നതും. അഴീക്കോടും കണ്ണൂരും LDFന് ജയം ഉറപ്പിക്കുവാൻ സാധ്യതയേറെയുള്ള മണ്ഡലം. UDFനും അവിടെ കൃത്യമായ സ്വാധീനം. തളിപ്പറമ്പിൽ നേരിയ ഭൂരിപക്ഷം UDFനാണ്. അതായത് ആർക്കനുകൂലമായ കണ്ണൂരിൽ വിധിയെഴുതുമെന്ന് പ്രവചിക്കുവാൻ കഴിയാത്ത ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. UDFന് അധികാരത്തിൽ വീണ്ടും വരുവാൻ സാധ്യതകളുണ്ട്. എന്നാൽ LDFന് മുൻതൂക്കം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ കണ്ണൂർ ഇക്കുറി ഇടതിനൊപ്പം നിൽക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്നിരുന്നാലും ന്യൂനപക്ഷ വോട്ടുകൾ ആർക്കനുകൂലമായി വിധിയെഴുതും എന്നുള്ളതാണ് കണ്ണൂരിൻ്റെ ചിത്രം മാറ്റിമറിക്കുവാൻ സാധ്യത ഏറെയുള്ള വോട്ടുകൾ. അടുത്തത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകാം. ഇടതിൻ്റെ ഉരുക്കുകോട്ടയായി നിലനിന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ആദ്യഘട്ടത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡിലേക്ക് നിയോഗിച്ചപ്പോൾ അദ്ദേഹത്തിനും പാർട്ടിക്കും അവിടെ വിജയിക്കില്ല എന്ന് അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. എന്നാൽ 2019 വിജയതരംഗത്തിൽ കാസർഗോഡ് ഉണ്ണിത്താൻ വിജയിച്ചു കയറി. ഇക്കുറി ഉണ്ണിത്താന് അവിടെ നിന്ന് വിജയിക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിന് സാധിക്കും എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. 2019 ജനം തന്നെ വിശ്വസിച്ചേൽപ്പിച്ച കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തി നിറസാന്നിധ്യമായ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിലനിന്ന് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയും കൃത്യമായ ഇടപെടൽ നടത്തി അധികാരത്തിലേക്ക് വീണ്ടും എത്താൻ സാധ്യത ഏറെയുള്ള കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. ഇടതുപക്ഷ സ്വാധീനം ഏറെയുള്ള കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇടതിൻ്റെ ഉരുക്കുകോട്ട. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന UDFന്റെ സമർത്ഥനായ നേതാവിന് ഒരു ബാലികേറ മലയൊന്നുമല്ല കാസർഗോഡ് ഇപ്പോൾ എന്ന് ഉറച്ചു പറയാം. MP എന്ന നിലയ്ക്കും വികസനങ്ങളുടെ കാര്യത്തിലും ഒരു വിരുദ്ധ വികാരമൊന്നും മണ്ഡലത്തിലില്ല. അത് ഉണ്ണിത്താന് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. BJPക്കും കാസർഗോഡ് കാര്യമായ സ്വാധീനമുണ്ട്. കാര്യമായ രീതിയിൽ വോട്ട് വർധനം ഉണ്ടാക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. MV ബാലകൃഷ്ണനും രാജ്മോഹൻ ഉണ്ണിത്താനും ML അശ്വിനിയും ഒക്കെ മത്സരിക്കുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ BJPക്കും കാര്യമായ മേൽക്കൈയുണ്ട്. BJP ഇക്കുറി കാര്യമായ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസവും. പക്ഷേ മണ്ഡലം ഇക്കുറിയും UDFന് അനുകൂലമായ വിധിയെഴുതുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. നേരിയ ഭൂരിപക്ഷത്തിൽ UDF അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കയ്യിൽ കാസർഗോഡ് ഇക്കുറിയും സുരക്ഷിതമാണെന്ന് തന്നെ സാരം. അവിടെ ചർച്ചയാകുവാൻ പോകുന്ന വിഷയങ്ങൾ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിൻ്റെ മരണം കാര്യമായ രീതിയിൽ സ്ത്രീ വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാസർകോട്ടെ MV ബാലകൃഷ്ണന്റെ സ്വാധീനവും വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അടിയൊഴുക്കുകൾ ഉണ്ടായാൽ അത് ഇടതിന് അനുകൂലമായ അടിയൊഴുക്കായിരിക്കുമെന്നും നിസ്സംശയം പറയുവാൻ സാധിക്കും. എന്തായാലും BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കാര്യമായ മുന്നേറ്റം ഉണ്ടാകില്ല. LDFന് അടിയൊഴുക്കുണ്ടായാൽ വിജയസാധ്യതയുണ്ട്. എന്നിരുന്നാലും മണ്ഡലത്തിലെ വികസനവും ജനസ്വാധീനവും ഒക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ അനുകൂലമാണ്. അങ്ങനെയെങ്കിൽ ഇടതുകോട്ട ഇനി മൂവർണ്ണത്തിൽ തിളങ്ങി തന്നെ നിൽക്കും. 2024 UDFന് അനുകൂലമായ സാധ്യത തന്നെയാണ് കാസർഗോഡുള്ളത്. റിയാസ് മൗലവിയുടെ വധക്കേസും പൗരത്വ നിയമവും കല്യാശ്ശേരിയിലെ കള്ളവോട്ട് വിവാദവും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥയും കാർഷിക വിളകളുടെ വിലത്തകർച്ചയും മലയോര വന്യമൃഗശല്യവും ഒക്കെ കാര്യമായ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാകുവാൻ സാധ്യത ഏറെയുള്ള ലോക്സഭാ മണ്ഡലം. അവിടെ ഈ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ അവയെല്ലാം UDFന് അനുകൂലമായ തരംഗം സൃഷ്ടിക്കും. ഭരണവിരുദ്ധ വികാരം കാര്യമായ രീതിയിൽ കാസർഗോഡ് ചർച്ചയാകും. BJP വോട്ടുകൾ പിടിക്കുമ്പോൾ അത് ആരുടെ വോട്ടുകളാകും എന്നത് മാത്രമാണ് ഇനി അവിടെ നിലനിൽക്കുന്ന ചോദ്യം. അത് UDFൻ്റേതാണെങ്കിൽ LDFന് അനുകൂലമായ വിധിയുണ്ടാകും, LDFൻ്റേതാണെങ്കിൽ UDFന് അനുകൂലമായ വിധിയുണ്ടാകും. BJPക്ക് കാര്യമായ രീതിയിൽ കാസർഗോഡ് ഒന്നും തന്നെ സൃഷ്ടിക്കുവാൻ സാധിക്കില്ല. വോട്ട് വർധനവ് മാത്രമാണ് കാര്യമായി BJPക്ക് അവിടെ നടത്തുവാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും LDFന് അട്ടിമറി വിജയമുണ്ടാകുവാൻ സാധ്യതയുള്ള കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഭദ്രമാണ്. UDFന്റെ കരങ്ങളിൽ ഇതുവരെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ മഞ്ചേശ്വരവും കാസർഗോഡും UDFന് അനുകൂല സ്വാധീനമുള്ള ഇടം. കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും പയ്യന്നൂരും കല്യാശ്ശേരിയും LDFന് അനുകൂലം. ഉദുമയിൽ തുല്യാതുല്യം. എന്നിരുന്നാലും ന്യൂനപക്ഷ വോട്ടുകളാണ് കാസർഗോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തീർച്ചയായും വിജയിക്കും. മഞ്ചേശ്വരവും കാസർഗോഡും ഉദുമയും മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലങ്ങളാണ്. കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും ഉദുമയും
ക്രിസ്ത്യൻ വോട്ടുകൾ കാര്യമായുള്ള നിയമസഭാ മണ്ഡലങ്ങൾ. അതായത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കാര്യമായി 6 നിയമസഭാ മണ്ഡലങ്ങളിലുമുണ്ട്. അത് ആർക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കും എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. നേരിയ ഭൂരിപക്ഷത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് കാസർഗോഡ് ഇക്കുറിയും MP ആകുവാൻ പോകുന്നതെന്നാണ് സർവേ ഫലങ്ങളും അവിടുത്തെ സ്ഥിതിഗതികളും പറയുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന, ശക്തമായ പോരാട്ടം നടക്കുന്ന 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ആദ്യം നിൽക്കുന്ന ലോക്സഭാ മണ്ഡലം വടകര ലോക്സഭാ മണ്ഡലമാണ്. ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ UDFും LDFും കളത്തിലിറക്കിയിരിക്കുന്ന ലോക്സഭാ മണ്ഡലം. BJP ചർച്ചാ വിഷയമേ അല്ലാത്ത വടകര ലോക്സഭാ മണ്ഡലം. BJPയുടെ വോട്ടുകൾക്ക് അടിയൊഴുക്കുണ്ടാകുവാൻ സാധ്യതയേറെയുള്ള ലോക്സഭാ മണ്ഡലം. വടകരയിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ മത്സരിക്കുന്ന വടകര ലോക്സഭാ മണ്ഡലം. യുവത്വത്തിൻ്റെ പ്രതീകമായ UDFിൻ്റെ ഉരുക്കായ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ താരപ്രചാരകനായി നിൽക്കുന്ന, താരസ്ഥാനാർത്ഥിയായി നിൽക്കുന്ന വടകര ലോക്സഭാ മണ്ഡലം. അവിടെ ആർക്കായിരിക്കും അനുകൂല തരംഗമുള്ളത് എന്ന് പരിശോധിക്കാം. 2019 കെ മുരളീധരൻ വടകരയിൽ മത്സരിച്ച് മികച്ച മുന്നേറ്റമുണ്ടാക്കിയ ലോക്സഭാ മണ്ഡലം ഇക്കുറിയും UDF തന്നെ നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. എന്നാൽ KK ശൈലജ ടീച്ചറിൻ്റെ സ്വീകാര്യത LDFിന് അനുകൂലമായി മാറും. വടകര ഇടത് കോട്ടയാണ്, അവിടെ ഇടത് വീണ്ടും അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസം LDFിനുമുണ്ട്. പാലക്കാട് നിന്ന് വടകരയിലേക്ക് മത്സരിക്കുവാനെത്തിയ ഷാഫി പറമ്പിൽ വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. ജനപിന്തുണ മൃഗീയമാണ്. അവയെല്ലാം വോട്ടായി മാറിയാൽ വടകരയിൽ വീണ്ടും UDF തന്നെ അധികാരത്തിലെത്തും. ഡൽഹിയിലേക്ക് ഷാഫി പറമ്പിൽ തന്നെ പോകുമെന്നാണ് UDFുകാർ പറയുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിലനിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് RMB ആണ്. RMB അവിടെ പ്രധാനപ്പെട്ട ഘടകമാണ്. RMB ശക്തി പ്രാപിച്ചതോടുകൂടി TP ചന്ദ്രശേഖരൻ്റെ വധവും ഒക്കെ കാര്യമായ രീതിയിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ചർച്ചയാവുകയാണ്. അവയെല്ലാം ഇടതിന് വലിയ ഇടിവ് തന്നെ ഉണ്ടാക്കും. LDF വോട്ടുകളിൽ വലിയ ഭിന്നതയുണ്ടാക്കും. RMB UDFിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് CPMന് വലിയ അടിയൊഴുക്കുണ്ടാക്കുവാൻ സാധ്യത ഏറെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. 35%-നും 40%-നും ഇടയിൽ മുസ്ലിം വോട്ടുകളുള്ള വടകരയിൽ അവയെല്ലാം UDFിന് അനുകൂലമായി തന്നെ നിലനിൽക്കുമെന്നാണ് UDF വിശ്വസിക്കുന്നത്. അതായത് തന്ത്രപരമായ നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വടകരയിലേക്ക് പാലക്കാട്ടെ MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കുന്നതോടുകൂടി തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ ഷാഫി പറമ്പിൽ അനുകൂലമായി വിധിയെഴുതും എന്ന് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട് UDF. പാനൂർ ബോംബ് സ്ഫോടനമാണ് TP ചന്ദ്രശേഖരൻ്റെ വിഷയം കഴിഞ്ഞാൽ ഏറ്റവും കാര്യമായി അവിടെ ചർച്ചാ വിഷയമാകുന്ന ഒന്ന്. ഇടതുപക്ഷക്കാർ തന്നെ നിർമ്മിച്ച ബോംബ് ഇടതുപക്ഷ സഹയാത്രികൻ്റെ കയ്യിലിരുന്ന് പൊട്ടി. അത് പിന്നീട് കാര്യമായ രീതിയിൽ UDF ചർച്ചാ വിഷയമാക്കുന്നു. അക്രമ രാഷ്ട്രീയത്തെ ചർച്ചാ വിഷയമാക്കുന്നു. TP ചന്ദ്രശേഖരൻ്റെ വധക്കേസ് ചർച്ചാ വിഷയമാക്കുന്നു. അങ്ങനെ വടകര വീണ്ടും UDFിന് അനുകൂലമായ മണ്ണാക്കി മാറ്റുകയാണ് UDF. ഒപ്പം സർക്കാർ വിരുദ്ധ വികാരം കൂടി ചർച്ചയാകുമ്പോൾ തീർച്ചയായും KK ശൈലജ ടീച്ചറിന് അവിടെ അടിപതറുവാനുള്ള സാധ്യത ഏറെയാണെന്ന് പറയുവാൻ സാധിക്കും. എളുപ്പമൊന്നും LDFിന് പിടിച്ചെടുക്കുവാൻ കഴിയാത്ത കോട്ടയായി മാറി വടകര. UDFിനും അത്ര എളുപ്പമല്ല. വടകരയിൽ കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രം 2 സ്ഥാനാർത്ഥികളിൽ ആര് വിജയിക്കുന്നു അവർക്ക് വിജയ സാധ്യത ഉള്ളൂ എന്ന് വിധിയെഴുതുന്ന ലോക്സഭാ മണ്ഡലമായി മാറി. LDFിൻ്റെയും UDFിൻ്റെയും ശക്തരായ സ്ഥാനാർത്ഥികൾ. എന്നാൽ കോവിഡിൻ്റെയും നിപ്പയുടെയും സമയങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന KK ശൈലജ ടീച്ചർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ. ആ ശൈലജ ടീച്ചറുടെ വ്യക്തിപ്രഭ തന്നെയാണ് LDFിൻ്റെ ആത്മവിശ്വാസം കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥിയും അങ്ങനെ മോശക്കാരനല്ല. പാലക്കാട് ശ്രീധരൻ എന്ന BJPയുടെ കരുത്തനായ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ഇടതുപക്ഷക്കാർക്ക് തന്നെ ആത്മവിശ്വാസവും ആശ്വാസവും പകർന്നുകൊണ്ട് വിജയിച്ചു വന്ന ഷാഫി പറമ്പിൽ അദ്ദേഹം വടകരയിലേക്ക് വരുമ്പോൾ ചെറുപ്പക്കാരുടെയും UDF പ്രവർത്തകരുടെയും ഉള്ളിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസവും ആവേശവും ചെറുതൊന്നുമല്ല. അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി മാറും. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കിയാൽ അത് BJPക്ക് അനുകൂലമായ തരംഗം സൃഷ്ടിക്കും. CAA പ്രചാരണം LDF ഉയർത്തിയെങ്കിൽ പോലും അത് UDFിന് അനുകൂലമായി മാറുവാനുള്ള സാധ്യത ഏറെയാണ്. 2019 ശബരിമല വിഷയം പോലെ CAA ഇക്കുറി UDFിന് അനുകൂലമായി മാറുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. KK ശൈലജ ടീച്ചറെ വടകരയിലെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ അവിടെ ഉയർന്ന മറ്റൊരു കാര്യം ശൈലജ ടീച്ചറിനെ ഒതുക്കുവാനുള്ള ഇടതിനുള്ളിൽ തന്നെയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ് ശൈലജ ടീച്ചറിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ്. UDF അത് കാര്യമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ശൈലജ ടീച്ചറിനെ വടകരയിൽ നിന്ന് വിജയിപ്പിക്കില്ല എന്ന കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് UDF ഉള്ളത്. എന്നാൽ ശക്തമായ രീതിയിൽ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വടകരയിൽ ശൈലജ ടീച്ചർ വിജയിച്ചു വരുമെന്ന ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനുമുണ്ട്. പാർട്ടിക്കപ്പുറത്തേക്ക് ശൈലജ ടീച്ചറിന് ഒരു സ്വീകാര്യതയുണ്ട്. ഷാഫി പറമ്പിലിനും അത് കാര്യമായി തന്നെയുണ്ട്.
അതുകൊണ്ട് പ്രവചനാതീതം തന്നെയാണ് വടകരയിലെ വിധിയെഴുത്ത്. 7-ൽ 6 മണ്ഡലങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെയല്ല. നാദാപുരത്തും കുറ്റ്യാടിയിലും 40%-ലധികമുള്ള ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായ വിധിയെഴുതുവാൻ സാധ്യതകൾ ഏറെയാണ്. കുറ്റ്യാടി AP വിഭാഗത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും തലശ്ശേരിയിലും വെൽഫെയർ പാർട്ടിയുടെ സ്വാധീനവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. SDPIയുടെ വോട്ടുകൾ ഇക്കുറി UDFന് അനുകൂലമായി വിധിയെഴുതുമ്പോൾ, വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ UDFന് അനുകൂലമായി വിധിയെഴുതുമ്പോൾ, ന്യൂനപക്ഷങ്ങൾ ഷാഫി പറമ്പിന് അനുകൂലമായി വിധിയെഴുതിയാൽ ഇടതിന് KK ശൈലജ ടീച്ചറിന് അവിടെ അടിപതറും എന്നു തന്നെ പറയാം. പാനൂർ ബോംബ് കേസും TP വധക്കേസും KK ശൈലജ ടീച്ചർക്കെതിരെയുള്ള സൈബർ അക്രമവും LDFിൻ്റെ അക്രമ രാഷ്ട്രീയമൊക്കെ ചർച്ചാ വിഷയമാകുന്ന വടകരയിൽ ആര് വാഴും ആര് വീഴുമെന്ന് പ്രവചിക്കുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമേ ആര് വിജയിച്ചാലും വിജയിക്കുള്ളൂ എന്നാണ് ഇരുകൂട്ടരും പറയുന്നത്. കാത്തിരുന്ന് കാണാം. കലാശക്കൂട്ടിന് ശേഷം വിധിയെഴുതുവാൻ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആരുടെ ചിഹ്നത്തിലാണ് കൂടുതൽ നേരം അമർത്തുക എന്ന്. 3 ലോക്സഭാ മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ ഒരിടത്ത് UDF അനുകൂല തരംഗം, ഒരിടത്ത് LDF അനുകൂല തരംഗം, ഒരിടത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആര് വാഴും ആര് വീഴുമെന്ന്.